കേരളത്തിനൊപ്പമുണ്ടാകും, പണം തടസ്സമാകില്ല, സഹായം ലഭ്യമാക്കും. 3 മാസം മുൻപ് വയനാട്ടിലെ ദുരിതബാധിതരോട് പറഞ്ഞ ഈ ആശ്വാസവാക്കുകൾ പ്രധാനമന്ത്രി മറന്നോ? ദുരന്തത്തിനിരയായവരെ രാജ്യം ചേർത്ത് പിടിക്കുമെന്ന് കരുതിയവരെ വിഡ്ഢികളാക്കുകയാണോ? കണ്ണിൽ ചോരയില്ലാത്തതും രാഷ്ട്രീയ പകപോക്കലെന്ന് സംശയിക്കാവുന്നതുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. കേരളക്കര ഒന്നാകെ കടുത്ത പ്രതിഷേധത്തിലാണ്. നേരിട്ട് കണ്ട ദുരന്തത്തിന്റെ ആഴവും ദുരിതബാധിതരുടെ വേദനയും പ്രധാനമന്ത്രിയെ തെല്ലെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട് കരുണ കാട്ടണം. മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവന്തിക എന്ന ബാലികയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച കരങ്ങൾക്ക് അതിന് കരുത്തുണ്ടാകണം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈയൊഴിയരുത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാവില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ നിലപാട് വിവേചനപരവും നീതിരഹിതവുമാണ്. 1500 കോടി രൂപ അനുവദിക്കണമെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കേന്ദ്ര സഹായം ഉണ്ടാകില്ലെന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് 388 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നാണ് നിത്യാനന്ദ റായിയുടെ വിശദീകരണം. ഇതിൽ 291.2 കോടി കേന്ദ്ര വിഹിതവും 98.8 കോടി സംസ്ഥാന വിഹിതവുമാണ്. ഏപ്രിൽ 1 കണക്കനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ 394.99 കോടി രൂപ ബാക്കിയുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ടും മന്ത്രി ഉദ്ധരിക്കുന്നു. എന്നാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ വർഷം തോറും നൽകേണ്ട തുക മാത്രമാണിത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സംഭവിച്ചില്ലായിരുന്നെങ്കിലും ഈ തുക കേരളത്തിന് കിട്ടുക തന്നെ ചെയ്യും. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ ആശ്വാസവാക്കുകളുടെ പൊള്ളത്തരം വെളിവാകുന്നത്. കേരളത്തിലും പ്രത്യേകിച്ച് വയനാട്ടിലും രാഷ്ട്രീയമായ നേട്ടമില്ലാത്തതാണോ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിന് പിന്നിലെന്ന് ന്യായമായും സംശയമുയരുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് ഉദാര സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാകും. ആന്ധ്രയുടെ തലസ്ഥാനമായ അമരാവതി വികസിപ്പിക്കുന്നതിന് 15,000 കോടി, ബീഹാറിലെ 4 റോഡ് പദ്ധതികൾക്കായി 26,000 കോടി. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാരിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേന്ദ്ര വിഹിതമായി നൽകിയത് 1.83 ലക്ഷം കോടി രൂപയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നൽകിയതോ 19,662 കോടി രൂപ മാത്രം. മധ്യപ്രദേശിനും പശ്ചിമ ബംഗാളിനും 75,000 മുതൽ 80,000 കോടി. സമ്പന്നമായ മഹാരാഷ്ട്രയ്ക്കും രാജസ്ഥാനും 60,000 കോടി. ഒഡീഷ, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് 35,000 മുതൽ 45,000 കോടി രൂപയും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയിരുന്നു. 2018 മുതൽ 2021 ഓഗസ്റ്റ് വരെ UP-യിൽ 2 ലക്ഷത്തിലേറെ കോടി രൂപ കേന്ദ്ര സർക്കാർ ചെലവഴിച്ചതായി UP സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ ഇത്തരം രാഷ്ട്രീയ പരിഗണനയിൽ ദുരന്തമുഖത്തുള്ളവരെ അവഗണിക്കുന്നത് ഒരു ഭരണാധികാരിക്കും ഭൂഷണമല്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തെ പോലെ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു സംസ്ഥാനത്തിന് മാത്രം താങ്ങാനാവുന്നതല്ല വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം വലിയ പ്രതീക്ഷയാണ് നൽകിയിരുന്നത്. സങ്കുചിത വീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകില്ലെന്നാണ് ഏവരും കരുതിയിരുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര നിലപാട് സൃഷ്ടിച്ചിരിക്കുന്നത് കടുത്ത നിരാശയാണ്. സംസ്ഥാനത്തു നിന്നുള്ള MP-മാരും മലയാളികളായ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന സർക്കാരും വലിയ സമ്മർദ്ദം ചെലുത്തേണ്ട അവസരമാണിത്. ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിൽ മറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പോലും പൂർണ്ണമായി വീണ്ടെടുക്കാനായിട്ടില്ല. എത്ര പേർ മരിച്ചെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ അതീവ സങ്കടകരമായ ദുരന്തത്തിന്റെ കഷ്ടതകളെല്ലാം പേറുന്നവരെ പരിഹസിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയേണ്ടി വരുന്നതിൽ അതിയായ ഖേദമുണ്ട്. ജീവൻ മാത്രം അവശേഷിക്കുന്നവർക്കാണ് വാഗ്ദാനങ്ങൾ നൽകിയതെന്ന് പ്രധാനമന്ത്രിക്ക് ഓർമ്മയുണ്ടാകണം. ഓഗസ്റ്റ് 10-ന് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടൽ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ നേരിട്ട് കാണുകയും ദുരിതബാധിതരെ സന്ദർശിക്കുകയും ചെയ്ത ശേഷം വയനാട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് പാഴ്വാക്കായി മാറരുത്, മുടന്തൻ ന്യായങ്ങളൊന്നും നിരത്തരുത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല, കോഴിക്കോട്ടെ വിലങ്ങാട് പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാൻ പ്രത്യേക കേന്ദ്ര സഹായം നൽകണം. ദുരിതബാധിതരുടെ പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല. അവരെ തെരുവിലിറക്കി സമരത്തിന് പ്രേരിപ്പിക്കുന്നത് ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും. ലോകമാകെ അവരോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചതാണ്. അവരെ രാഷ്ട്രീയ പകപോക്കൽ നിരകളാക്കരുത്. കരയാൻ കണ്ണീര് പോലുമില്ലാത്ത നിസ്സഹായരായ അവരോട് പറഞ്ഞതൊന്നും കാപട്യമാകരുത്. ന്യായമായ പുനരധിവാസം ഔദാര്യമല്ല, അതവരുടെ അവകാശമാണ്. അത് നിഷേധിക്കരുത്.